വലതുരുവർത്തി സന്തോഷത്തോടെ എന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബാറൂക്ക് 4:30 വചനം പറയുന്നു, ഇതാ കർത്താവിൻ്റെ സാന്നിധ്യം, നമ്മളെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുക. ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. വലതുരുത്തെന്ന് പറയാമോ? ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ട് ആ വ്യക്തിയുടെ വചനം എന്ന് പറഞ്ഞ് അവിടെ മുഖത്ത് നോക്കി അവരെ ഒന്ന് സ്നേഹിച്ച് നല്ലൊരു പുഞ്ചിരിയൊക്കെ കൊടുത്ത് ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞ്, ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ ആശ്വാസമരുളും. ഹല്ലേലൂയ. വലതുരുത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് ചാടി എഴുന്നേൽക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് കർത്താവിനെ വീണ്ടും ഒന്ന് ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം പ്രിയമുള്ളവരെ ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്രായേലിൻ്റെ പ്രകാശം ഒരു അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ അവനൊരു ജ്വാലയായും മാറും. അതൊരൊറ്റ ദിവസം കൊണ്ട് കത്തിജ്വലിച്ച് അവനിലെ മുള്ളുകളെയും മുൾച്ചെടികളെയും ചാമ്പലാക്കും. വിശ്വസിച്ച് വലത് കരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 60:1 വചനം പറയുന്നു, സിയോനെ നീ ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ ഉണർന്ന് പ്രശോഭിക്കുക. കാരണം എന്താണ്? കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വലതുരുത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കരമുയർത്തി ആദരം തുറന്ന് പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവിനെന്ന് വിളിച്ച് ആദരം തുറന്ന് വിളിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ കനിയണമേ. ആത്മാവേ ഞങ്ങളുടെ മേൽ കനിയണമേ, ഞങ്ങളുടെ മേൽ ഇടന്നള്ളി വരണമേ, ഞങ്ങളുടെ മേൽ ഇടന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കരമടിച്ച് വലിയ ഉണർവോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കാണ്. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ, പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഇതെങ്ങനെ സംഭവിക്കും? മറിയം ചോദിച്ചപ്പോ സ്വർഗത്തിനൊരു മറുപടിയുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് വലിയ ഉണർവോടെ കരമുയർത്തി അടിക്കാമോ? ഒന്ന് കരമുയർത്തി അടിച്ച് കനിയണമേ, കരങ്ങൾ താഴ്ത്തി അഭിഷേകം പകരണമേ. പാടാം. അഭിഷേകം പകരണമേ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാവുകളിന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, കരങ്ങൾ ഉയർത്തിയടിച്ച് വലിയ ദാഹത്തോടെ ആത്മാവേ കനിയണമേ, ഹൃദയം തുറന്ന് അഭിഷേകം പകരണമേ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് ഒന്ന് കരമടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരമൊന്നടിച്ച് അടുത്ത് നിൽക്കുന്നവരെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് വലിയ ഉണർവോടെ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ അഭിഷേകമായി ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കുന്നത് ദൈവിക ആരാധനയിലാണ്. ആ ബോധ്യത്തോടെ ആത്മാവിനോട് ചേർന്ന്
ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്താം. 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 തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. കരങ്ങൾ ഉയർത്തി കരം വീശിയടിച്ച് കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിന് വിടുതൽ നൽകുവാൻ ദൈവം അഗ്നിയിൽ ഇറങ്ങി വരിക ചെയ്തത്. ദൈവം അഗ്നിയിൽ ഇറങ്ങി വന്നു. കാർമൽ മലയിൽ ഇസ്രായേൽ ജനത്തെ തിരികെ വിളിക്കുവാൻ. പ്രിയമുള്ളവരെ, ഏലിയാവ് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇതേ ദൈവത്തിന്റെ അഗ്നി വീണ്ടും മാനവകുലത്തിൽ ഇറങ്ങി വരിക. അതേ അഗ്നി പെന്തക്കോസ്തായിൽ അപ്പോസ്തല ഗണത്തിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, 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 റൂഹായേ, റൂഹാ, പരിശുദ്ധാത്മാവേ, ആത്മാവേ. കരമടിച്ച് ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനെ. പടർപ്പു കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. കരങ്ങളുയർത്തി കരമടിച്ച് കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളിന്മേൽ പതിയണമേ, അഗ്നിനാവുകളിന്മേൽ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. കണ്ണുകളടച്ച് ആത്മാവെ കനിയണമേ, ശക്തമായി ശക്തമായി അഭിഷേകം പകരണമേ. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്ത് കനിയണമേ, ആത്മാവേ, അഭിഷേകം പകരണമേ. ആത്മാവേ, ആത്മാവെ കനിയണമേ, എല്ലാവരും അതിർത്തുന്നു അഭിഷേകം പകരണമേ. വലിയ ദാഹത്തോടെ ആത്മാവേ, ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. വിട്ടുകൊടുത്ത് ആരാധിച്ച് വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവേ, ആത്മാവേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച്
ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് ആത്മാവിൽ ആനന്ദിച്ച് ശാന്തമായിട്ടിരിക്കാം. സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു കേട്ട ഒരു വാക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ വാക്ക് ഇതാണ്: മടുത്തു. മടുത്തു. പലരും പറഞ്ഞ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാം. ഈ ജീവിതം എനിക്ക് മടുത്തു. ജോലി ചെയ്ത് ഞാൻ മടുത്തു. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഞാൻ മടുത്തു. ഈ അടുക്കള പണി ചെയ്ത് ഞാൻ മടുത്തു. പാത്രം കഴുകി ഞാൻ മടുത്തു. വഴക്ക് കേട്ട് ഞാൻ മടുത്തു. ഗുണദോഷിച്ച് ഞാൻ മടുത്തു. ചീത്ത കേട്ട് ഞാൻ മടുത്തു. ഈ പെടലിയുടെ വേദന കാരണം ഞാൻ മടുത്തു. ഈ കഴുത്തിൻ്റെ തോളിൻ്റെ വേദന കട്ടുകഴുപ്പ് കാരണം ഞാൻ മടുത്തു. ഈ നടുവേദന കാരണം ഞാൻ മടുത്തു. ഈ കാൽമുട്ടിൻ്റെ വേദന കാരണം ഞാൻ മടുത്തു. ഈ കാൽപാദത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന വേദന കാരണം ഞാൻ മടുത്തു. ഈ പിള്ളേരെ കൊണ്ട് ഞാൻ മടുത്തു. ഈ തലവേദന കൊണ്ട് ഞാൻ മടുത്തു. ഈ കണ്ണിൻ്റെ ചൊറിച്ചിൽ കാരണം ഞാൻ മടുത്തു. ഈ ജലദോഷം കൊണ്ട് ഞാൻ മടുത്തു. ഈ ചുമ കൊണ്ട് ഞാൻ മടുത്തു. അയൽക്കാരുടെ ശല്യം കൊണ്ട് ഞാൻ മടുത്തു. ഈ മരുന്ന് കഴിച്ച് ഞാൻ മടുത്തു. ചികിത്സിച്ച് ഞാൻ മടുത്തു. എല്ലാം കൊണ്ടും മടുത്തു. ഇത് പറയുന്ന ഞാൻ തന്നെ ഒരിക്കൽ എനിക്ക് ക്യാൻസർ രോഗത്തിൻ്റെ മറ്റു അസുഖമൊക്കെ ആയിട്ട് ഒരു നേരം 15 ഗുളികയൊക്കെ കഴിക്കണമായിരുന്നു. അങ്ങനെ 2-3 നേരം. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഈ 15 ഗുളിക എടുത്ത് നിരത്തി വെച്ചു. അടുത്ത് ഗ്ലാസ്സിൽ വെള്ളവും വെച്ചു. ഈ മരുന്ന് കഴിക്കാൻ പറ്റാതെ ഞാൻ മടുത്തിരിക്കുക. ഞാൻ പറഞ്ഞ് ഗുളിക കഴിച്ച് ഞാൻ മടുത്തു. എന്നിട്ടൊരു 1/4 മണിക്കൂർ ആ ഗുളികയുടെ മുമ്പിൽ ഞാനിങ്ങനെ ഇരുന്നു മടുത്തിട്ട്. പിന്നെ അങ്ങ് കഴിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഗുളിക എടുത്ത് വെച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഈ ഗുളിക കഴിച്ച് ഞാൻ മടുത്തു, ഇന്ന് ഞാൻ ഗുളിക കഴിക്കാതിരുന്നോട്ടെ? ആൾ എന്നോട് പറഞ്ഞു, അയ്യോ സ്ഥിരം കഴിക്കുന്ന മരുന്നല്ലേ, മുടക്കല്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ മരുന്ന് അങ്ങോട്ട് കഴിക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് കാരണങ്ങളാൽ മനുഷ്യർ ജീവിതത്തിൽ മടുത്തിരിക്കുകയാണ്. മടുത്തിട്ടാണ് ജീവിക്കുന്നത്. ജീവിതം തന്നെ മടുത്തവരുണ്ട്. രോഗങ്ങൾ കാരണം മടുത്തവരുണ്ട്. മനസ്സിൻ്റെ വിഷമങ്ങൾ കാരണം മടുത്തവരുണ്ട്. മറ്റുള്ളവരെ കൊണ്ടുള്ള കഷ്ടപ്പാട് നിമിത്തം മടുത്തവരുണ്ട്. പ്രാർത്ഥിച്ച് മടുത്തവരുണ്ട്. സാമ്പത്തിക പ്രയാസം കാരണം മടുത്തവരുണ്ട്. കടബാധ്യത കാരണം മടുത്തവരുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാതെ മടുത്തവരുണ്ട്. അതെല്ലായിടത്തും മടുപ്പാണ്. ജീവിതത്തിൽ ഒത്തിരി മടുപ്പ് തോന്നുകയാണ്. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ സ്റ്റെപ്പ് കയറി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ പാത്രം കഴുകാതിരിക്കാൻ പറ്റില്ല. ഈ അടുക്കപ്പള്ളി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ കഴുത്ത് വേദന സഹിക്കാതിരിക്കാൻ പറ്റില്ല. ഈ നടുവേദന സഹിക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയെല്ലാം സഹിച്ചാൽ മതിയാവും. പക്ഷെ സഹിക്കാനിട്ട് പറ്റൊന്നുമില്ല.
നമ്മൾ ചിലപ്പോൾ ഈ മടുപ്പ് അങ്ങോട്ട് കൂടുമ്പോൾ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കും. ചിലപ്പം പോയി കണ്ണും പൂട്ടി അങ്ങോട്ട് കിടക്കും. അങ്ങനെ കുറേ നേരം കിടന്ന് കഴിയുമ്പോൾ മടുപ്പ് മാറും. ചിലപ്പോൾ മൊബൈൽ ഫോണിലോട്ടോ വല്ല പാട്ടും വെച്ചുകൊണ്ട് അങ്ങോട്ട് കിടക്കും. അങ്ങനെ ഒരു ഉറക്കം കിട്ടും. അത് കഴിയുമ്പോൾ കുറച്ച് മടുപ്പങ്ങ് മാറും. ചിലപ്പോൾ ആരോടെങ്കിലും കുറച്ച് സംസാരിച്ചാൽ കുറച്ച് മടുപ്പ് മാറും. ചിലപ്പോൾ നല്ല വെള്ളത്തിൽ, ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ ഒന്ന് മുഖം കഴുകുകയോ ഒന്ന് കുളിക്കുകയോ ചെയ്താൽ കുറച്ച് മടുപ്പ് മാറും. ചിലപ്പോൾ ഒരു കട്ടൻ കാപ്പി കഴിച്ചാൽ കുറച്ച് മടുപ്പ് മാറും. ഇതൊക്കെ ചില പൊടിക്കൈകളാണ് മടുപ്പ് കുറയ്ക്കാനോ മാറ്റാനോ ഒക്കെ. പക്ഷെ ശാശ്വതമായി ഇതുകൊണ്ടൊന്നും മടുപ്പ് മാറില്ല. മടുപ്പ് മാറണമെങ്കിൽ കർത്താവായ ഈശോയുടെ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കരസ്പർശനം, ഒരു അഭിഷേകം നമുക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിൽ, ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ മടുപ്പില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റും. ഇതേ വേദനകൾ സഹിച്ചുകൊണ്ട് മടുപ്പില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതേ വ്യക്തികളോടൊപ്പം മടുപ്പില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതേ ജോലി ചെയ്തുകൊണ്ട് മടുപ്പില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതേ പ്രയാസങ്ങൾ അനുഭവിച്ച് മടുപ്പില്ലാതെ ജീവിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ മടുപ്പ് വരുമ്പോൾ ചെയ്യുന്നൊരു പണി ഞങ്ങളോട് പറയാം. ഞാൻ ചാപ്പലിൽ പോയിരിക്കും. ആദ്യം കുറച്ചു നേരമൊക്കെ തനിച്ച് മനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ നോക്കും. എന്നിട്ടും മടുപ്പ് ക്ഷീണവും ഒന്നും മാറുന്നില്ലെങ്കിൽ ഞാൻ ചെറിയ സ്വരത്തിലിങ്ങനെ സ്തുതിക്കാൻ തുടങ്ങും. ചെറിയ സ്വരത്തിൽ സ്തുതിക്കാൻ തുടങ്ങും. പിന്നെ ഇച്ചിരിയുടെ സ്തുതിപ്പിൻ്റെ ശബ്ദം കൂട്ടും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ കൈ ഞാൻ അറിയാതെ ഇങ്ങനെ ഉയർന്നുയർന്ന് ഇങ്ങനെ ഇവിടം വരെ എത്തും. അങ്ങനെ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുറേ നേരം ഞാൻ സ്തുതിക്കും. അങ്ങനെ കുറേ നേരം പോയി കഴിയുമ്പോൾ ആ മടുപ്പ് എന്നെ വിട്ടു പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ പ്രാർത്ഥനയുടെ സ്തുതിപ്പിൻ്റെ സമയത്ത് കർത്താവിൻ്റെ ഒരു സ്പർശനം എനിക്ക് കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ അല്പമായ ഒരു അഭിഷേകം എനിക്ക് കിട്ടി. ആ കർത്താവിൻ്റെ സ്പർശനവും ആത്മാവിൻ്റെ അഭിഷേകവും കിട്ടിയപ്പോൾ മടുപ്പ് എന്നെ വിട്ടുപോയി. ഞാൻ വീണ്ടും ശക്തിപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണി തുടങ്ങി ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി വരെ ഞാൻ മടുത്തിട്ട് കിടക്കായിരുന്നു. സത്യമാണ്. ഇതിങ്ങോട്ട് പോരണമല്ലോ എന്ന് ഓർത്തിട്ട് പോയിട്ട് ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ കുളിച്ച് ഒരു കട്ടൻ കാപ്പിയൊക്കെ കഴിച്ച് അപ്പോൾ ഒരു ഉഷാർ കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നിട്ട് എത്ര നേരം ഞാൻ പള്ളിയിൽ പോയിരുന്നു. ഇപ്പം കുറച്ചുകൂടെ എൻ്റെ മടുപ്പങ്ങ് മാറി. ഞാൻ ജീവിതത്തിൽ ഇപ്പം കണ്ട ഒരു കാര്യം, മടുപ്പും എല്ലാവരും മടുക്കും. പിള്ളേരോട് ചോദിച്ചാൽ അവർ പഠിച്ചു മടുത്തു. അധ്യാപകർ ചോദിച്ചാൽ പഠിപ്പിച്ച് മടുത്തു. അച്ഛനമ്മമാർ ചോദിച്ചാൽ അവരും മടുത്തു. ജോലി ചെയ്യുന്നവർ ചോദിച്ചാൽ അവരും മടുത്തു. എല്ലാവരും മടുത്തു. പക്ഷേ ഈ മടുപ്പിനെ ഒന്ന് അതിജീവിക്കണം. ഈ മടുപ്പം കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റൂല. മടുപ്പം കൊണ്ട് പോയാൽ ജീവിതം കൂടുതൽ ദുസ്സഹമായി തീരും. അതുകൊണ്ട് ഈ മടുപ്പിനെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന കർത്താവിൻ്റെ ഒരു പുതിയ അഭിഷേകം, കർത്താവിൻ്റെ ഒരു പുതിയ കരസ്പർശനം നമുക്ക് വേണം. നമുക്കതിനു വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളവിടെ ഇരുന്നു കൊണ്ട് കരങ്ങളൊന്ന് മടിയിൽ തുറന്ന് പിടിച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളൊക്കെ മടുപ്പ് അനുഭവപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങളിലാണ്? എന്നെ നോക്കണ്ട, ഒന്ന് കണ്ണുകളടച്ചിരുന്നു. നിങ്ങൾക്ക് എവിടെയാണ് മടുപ്പ് തോന്നുന്നത്? ആദ്യത്തെ ചോദ്യം, മടുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് മേഖലയിലാണ് മടുപ്പ്? എന്ത് കാരണങ്ങളാലാണ് മടുപ്പ്? ഒത്തിരി ഗവേഷണമൊന്നും നടത്തണ്ട, പെട്ടെന്ന് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇതൊക്കെയാണ് നമ്മൾക്ക് മടുപ്പ് തോന്നാൻ കാരണം. ഇതും വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. പക്ഷെ മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനെ നമ്മൾ പോവുക. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, എള്ളിൻ്റെ അകത്ത് വീണ അച്ചുള്ള പോലെയെന്ന്. എള്ളിൻ്റെ അകത്ത് വീണ അച്ചുള്ള പോലെ. പച്ചുള് ഒന്നാമത് അതിൻ്റെ യാത്ര വളരെ പതുക്കെ. അപ്പം എള്ള് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അച്ചുള്ളിനെ ഇട്ടാൽ
അച്ചലിൻ്റെ വയറ് മുഴുവനായി എള്ളൊട്ടിപ്പിടിക്കും. എള്ളൊട്ടിപ്പിടിക്കുമ്പോൾ അച്ചലിന് മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസമാണ്. അത് വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് പല മനുഷ്യരും. എള്ളിൽ വീണ അച്ചലിനെ പോലെയാണ് പലരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? വലിഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ മനസ്സിന് മടുപ്പ് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത് ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കാം. മൃഗം തല മുതൽ ഉള്ളക്കാല് വരെയുള്ള ഏതെങ്കിലും അവയവങ്ങളിൽ അനുഭവപ്പെടുന്ന രോഗങ്ങളോ വേദനകളോ ആയിരിക്കാം. അതല്ലെങ്കിൽ മനസ്സിൻ്റെ പലതരത്തിലുള്ള സംഘർഷങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ നിരാശയായിരിക്കാം, ഉത്കണ്ഠയായിരിക്കാം, ദേഷ്യമായിരിക്കാം, വാശിയായിരിക്കാം, നിസ്സഹായതയായിരിക്കും, പഠിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, സാമ്പത്തിക പ്രയാസമായിരിക്കും, മറ്റ് മനുഷ്യരോട് ഒത്തുപോകാനുള്ള വലിയ വിഷമമായിരിക്കും. ഇതൊക്കെ ഓരോരോ വിഷമങ്ങളാണ്, മടുപ്പിൻ്റെ കാരണങ്ങളാണ്. ഈ വിഷമങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം നിങ്ങളെപ്പോലെ ഇങ്ങനെ കൈപിരിച്ച് മിന്നൽ പിടിച്ച് മനസ്സിൽ സ്തുതിച്ചു തുടങ്ങി. എന്നിട്ട് ഗുണമില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ അല്പം സ്വരമുയർത്തി സ്തുതിച്ചു തുടങ്ങി. അപ്പോൾ അല്പം വ്യത്യാസം വന്നപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കരങ്ങൾ രണ്ടും ഉയർന്നു പോയി. അത് ഉയർന്ന് ഇവിടം വരെ എത്തി. എൻ്റെ സ്തുതിപ്പിൻ്റെ ശബ്ദം കൂടി. അങ്ങനെ ഞാൻ അറിയാതെ കരമുയർത്തി കുറേ സമയം സ്വരമുയർത്തി സ്തുതിച്ചപ്പോൾ എനിക്കൊരു അഭിഷേകം കിട്ടി, എനിക്കൊരു സൗഖ്യം കിട്ടി, എനിക്കൊരു വിടുതൽ കിട്ടി. ഇതെൻ്റെ ഒരു തവണത്തെ അനുഭവമല്ല, അനേക തവണത്തെ അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ സ്പർശനത്തിലൂടെയോ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയോ ഈ മടുപ്പ് നമ്മളെ വിട്ടുപോകത്തുള്ളൂ. മടുപ്പ് മാറി ആ സ്ഥാനത്ത് ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു ശക്തി, ഒരു പ്രസരിപ്പ് നമുക്ക് കിട്ടുന്നത് ഈ അഭിഷേകത്തിലൂടെയാണ്. കട്ടൻ ചായ കുടിച്ചാൽ അഥവാ ചായ കുടിച്ചാൽ, ഫോൺ വിളിച്ചാൽ, TV കണ്ടിരുന്നാൽ, മൊബൈലിൽ എന്തെങ്കിലും കണ്ടിരുന്നാൽ അതുകൊണ്ടൊന്നും മടുപ്പ് മാറില്ല. അതുകൊണ്ടൊന്നും അഭിഷേകം കിട്ടത്തില്ല. അതുകൊണ്ടൊന്നും സൗഖ്യം കിട്ടത്തില്ല. അതുകൊണ്ടൊന്നും ശക്തി കിട്ടത്തില്ല. അതുകൊണ്ടൊന്നും ഉണർവ് കിട്ടത്തില്ല. ഉണർവ് തരുന്നത് കർത്താവാണ്, കർത്താവിൻ്റെ വചനമാണ്, കർത്താവിൻ്റെ കരസ്പർശനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഇത് നമുക്ക് മെല്ലെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാം. മെല്ലെ സ്തുതിച്ചു തുടങ്ങാം. സ്തുതിപ്പ് ശക്തിപ്പെടുന്നതനുസരിച്ച് നിങ്ങൾ കരങ്ങൾ ഉയർത്തുക. കരങ്ങൾ ഉയർത്തി, കർത്താവേ, നിന്റെ വചനത്താൽ എന്നെ സൗഖ്യപ്പെടുത്തണമേ, നിന്റെ ഒരു കരസ്പർശനം എനിക്ക് തരണമേ, നിന്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം എനിക്ക് തരണമേ. എൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലെല്ലാം ഞാൻ അനുഭവിക്കുന്ന എല്ലാ മടുപ്പും എല്ലാ ക്ഷീണവും എല്ലാ അസ്വസ്ഥതകളും എന്നെ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് മനസ്സിൽ നിയോഗം വെച്ചുകൊണ്ട് സ്തുതിച്ചു തുടങ്ങുക. എല്ലാവരും സ്തുതിച്ചു തുടങ്ങുക. ഈശോയെ നന്ദിയും, ഈശോയെ സ്തുതിയും, ഈശോയെ മഹത്വം, ഈശോ ആരാധന. സ്വരം കൂട്ടി വരിക. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കർത്താവേ, നിന്റെ മുമ്പിൽ വലിയ മടുപ്പോടും ഭാരത്തോടും കൂടി ഇരുന്നുകൊണ്ട് ഈ സഹോദരങ്ങൾ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ശക്തിയിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണ്. കർത്താവേ, നിന്റെ സന്നിധിയിൽ അവർ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു, ഹൃദയം ഉയർത്തിയിരിക്കുന്നു, ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, നിന്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ കരം നീട്ടണമേ, നിന്റെ ആത്മാവിനെ അയക്കണമേ, നിന്റെ അഭിഷേകം അയക്കണമേ, വലിയ ഉണർവ് കൊണ്ട് നിറയ്ക്കണമേ, ഉന്മേഷം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, മടുപ്പിൻ്റെ
കാരണങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. മടുപ്പിൻ്റെ കാരണങ്ങളെ സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു. നെറുകം തല മുതൽ ഉള്ളം കാൽ വരെയുള്ള ഓരോ അവയവത്തിലുള്ള രോഗപീഠകളെ സമർപ്പിക്കുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ അത്യുന്നതമായ നാമത്തിന്റെ ശക്തിയിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠകൾ നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് നസറായനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമുണ്ടാകട്ടെ, അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കട്ടെ, ശരീരത്തിന് സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ തരത്തിലുമുള്ള വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. രോഗത്തിന്റെ കാരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. കർത്താവെ, കഴുത്ത് വേദന, തോള് വേദന, നടുവിന്റെ വേദന, മുട്ടുവേദന, കൈകാലുകളുടെ മരവിപ്പ് എല്ലാം യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുമയും അതുപോലുള്ള അസുഖങ്ങളും കണ്ണിന്റെ രോഗങ്ങളും എല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങളെ അലട്ടുകയറുന്ന രോഗപീഠകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗം മൂലമുള്ള മടുപ്പ് വരെ വിട്ടുപോകട്ടെ. രോഗസൗഖ്യം നൽകിക്കൊണ്ട് സൗഖ്യം നൽകിക്കൊണ്ട് കർത്താവ്, രോഗത്തിൽ നിന്നുള്ള മടുപ്പിൽ നിന്ന് മോചനം നൽകണമേ, സൗഖ്യം നൽകണമേ. അത്ഭുതകരമായ രോഗശാന്തികളും വിടുതലുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും വിടുതലുണ്ടാകട്ടെ. കർത്താവെ, മനസ്സിന്റെ ഭാരങ്ങളെ സമർപ്പിക്കുന്നു, മുറിവുകളെ സമർപ്പിക്കുന്നു, വേദനകളെ സമർപ്പിക്കുന്നു, പൈശാചിക ബന്ധനങ്ങളെ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ മുറിവുകൾക്കും സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ പൈശാചിക ശക്തികളുടെയും ബന്ധനങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ. ശരീരവും മനസ്സും ആത്മാവും എല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, രോഗശാന്തി പ്രാപിക്കട്ടെ, പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ, ഉണർവ് കൊണ്ട് നിറയട്ടെ. ഓ കർത്താവേ, നീ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഉണർവിന്റെ ആത്മാവിനെ, ഉന്മേഷത്തിന്റെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ, പ്രത്യാശയുടെ ആത്മാവിനെ, ധൈര്യത്തിന്റെ ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നിറയണമേ. അവിടുത്തെ അഭിഷേകത്തെ ഞങ്ങൾ നിറയ്ക്കണമേ. അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ. അവിടുത്തെ വരദാനങ്ങളാലും ആത്മാവേ, അവിടുത്തെ ഫലങ്ങളാലും ഞങ്ങളെ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, ഉണർവ് നൽകണമേ. പരിശുദ്ധാത്മാവ് ഉന്മേഷം നൽകണമേ. പരിശുദ്ധാത്മാവ് ശക്തി നൽകണമേ. മടിയും അലസതയും ഒക്കെ വിട്ടുപോകട്ടെ. എല്ലാത്തരം ഭാരങ്ങളും മാറിപ്പോകട്ടെ. രോഗപീഠകൾ സൗഖ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, നീ സൗഖ്യത്തിൻ്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, ഉന്മേഷത്തിൻ്റെ ആത്മാവാണ്, പ്രസരിപ്പിൻ്റെ ആത്മാവാണ്, ഹൃദയയുടെ ആത്മാവാണ്. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മനസ്സുകളെയും തൊട്ടുണർത്തണമേ. മടിയും മനസ്സതയെല്ലാം മാറിപ്പോകട്ടെ. മനസ്സിന്റെ മരവിപ്പ് മാറിപ്പോകട്ടെ. ഉണർവ് കൊണ്ട് നിറയട്ടെ, ഉന്മേഷം കൊണ്ട് നിറയട്ടെ, പ്രസരിപ്പ് കൊണ്ട് നിറയട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ ഉണർത്തപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, നിന്റെ കരം വന്നിട്ട് നിന്റെ അഭിഷേകം കടന്നു വരട്ടെ. നിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സുഖപ്പെടട്ടെ, പൈശാചിക വീട്ടുകൾ വിട്ടുപോകട്ടെ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, കലക്കത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, മനസ്സിൻ്റെ മരവിപ്പ് മടുപ്പ് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവെ, ശക്തിയാ നിറയ്ക്കണമേ, ചൈതന്യത്താ നിറയ്ക്കണേ, ഉണർവ് കൊണ്ട് നിറയ്ക്കണമേ, ഉന്മേഷം കൊണ്ട് നിറയ്ക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണേ. പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ. പുതിയ സൃഷ്ടിയായി നവീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പുതുക്കിപ്പണിയണമേ. ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും എല്ലാം പുതുക്കിപ്പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
റൂഹായേ വരേണമേ സൗഖ്യം പകരണമേ റൂഹായേ വരേണമേ സൗഖ്യം പകരണമേ റൂഹായേ വരേണമേ ശക്തി നൽകണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, ഉന്മേഷം നൽകണമേ, ഉണർവ് നൽകണമേ. മടിയും അലസതയില്ല മാറിപ്പോകട്ടെ, നിർവികാര്യത മാറിപ്പോകട്ടെ, എല്ലാം മടുപ്പം മാറിപ്പോകട്ടെ, ശക്തിയാൽ നിറയട്ടെ, ചൈതന്യത്താൽ നിറയട്ടെ, പുതിയ ചൈതന്യത്താൽ നിറയട്ടെ, പുതിയ കൃപകളാൽ നിറയട്ടെ, പുതിയ അഭിഷേകത്താൽ നിറയട്ടെ. സൗഖ്യം പകരണമേ സൗഖ്യം പകരണമേ റൂഹായേ വരേണമേ സൗഖ്യം പകരണമേ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ശക്തമായി ഇടിച്ച് ഒന്ന് ചേർന്ന് പാടി വീണ്ടും പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാം. ശക്തമായി രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനെ ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനെ ഏൽക്കയില്ല. ആഭിചാരം യാക്കോബിനെ ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനെ ഏൽക്കയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കരമൊന്ന് ഉയർത്തിയടിച്ച് ആമേൻ. കരങ്ങൾ താഴ്ത്തിയടിച്ച് ചെങ്കടൽ പിളർന്നു വഴി തരും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, എരിഹോ നിന്റെ മുന്നിൽ. ആമേൻ ആമേൻ. എരിഹോ നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. കരമുയർത്തിയടിച്ച് ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധുവിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ആമേൻ. വിശ്വാസത്തോടെ പാടിക്കേ. ഇന്ന് കണ്ട കാണുകയില്ല, ഇന്നു കണ്ട രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധിച്ച് യേശുവേ ഈശോയേ എന്റെ ഈശോയേ, ഇന്ന് കണ്ട മിസ്രയീമിനെ തകർക്കുന്ന യേശുവേ,
മിസ്രൈമികളെ തകർക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ ശക്തി വെളിപ്പെടട്ടെ. കരമുയർത്തി ആദരം തുറന്ന് വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. ശാന്തപ്പെട്ട് നോക്കിയിരിക്കാം. സൗഖ്യവും വിടുതലും പ്രദാനം ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യോഹന്നാൻ 11:21, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 11:21, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കേട്ടിട്ടെന്ത് തോന്നുന്നു? ഒരു പരാതി പോലെ തോന്നുന്നുണ്ടോ? ഒരു പരാതി പറച്ചിൽ പോലെ? മിണ്ടുന്നില്ല. ഇല്ല, ഉണ്ട്. എനിക്കും ഫസ്റ്റ് കേട്ടപ്പോൾ ഇതൊരു പരാതി പറയുന്ന പോലെ, ഒരു പരിഭവം പറയുന്ന പോലെ. കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ അയൽവക്കത്ത് ചേട്ടൻ നമ്മുടെ വീട്ടിൽ വന്ന് വെറുതെ ഇങ്ങോട്ട് ചീത്ത പറയാ. കുറേ സമയം ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോള് ഇങ്ങനെ അമ്മയോട് പറയുക, അപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചേട്ടൻ ഇങ്ങനെ പറയില്ലായിരുന്നു. അതെന്തുകൊണ്ടാ? ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ അപ്പൻ ഹീറോ ആയതുകൊണ്ട്. ഹല്ലേലൂയ. അത് പരാതിയല്ല. ഹല്ലേലൂയ. മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഇതിനെ കൊണ്ടൊക്കെ മടുത്തല്ലോ, ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ. ഇന്ന് അപ്പം ഇങ്ങോട്ട് വരട്ടെ, നിങ്ങളുടെ എല്ലാത്തിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ അമ്മയുടെ ഉള്ളിൽ അപ്പൻ ഹീറോ ആയതുകൊണ്ട്. ഹല്ലേലൂയ. എന്നതുപോലെ മർത്ത സൂപ്പർ ഹീറോയെ ഇവിടെ ഉയർത്തി കാണിക്കുകയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. വിശ്വസിക്കുന്നവർ കരവത്തിൽ ഹല്ലേലൂയ പറയാമോ? അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കും. അവിടെ വചനം ആദ്യം കാണുന്നുണ്ട്, താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന കുടുംബം. സ്നേഹിച്ചിരിക്കുന്ന കുടുംബമാണെങ്കിൽ കർത്താവ് അങ്ങോട്ട് വരും. സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അങ്ങോട്ട് വരും. വിശ്വസിക്കാം. അപ്പോൾ ഈ വിശ്വാസം നാം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിങ്ങനെ ഏറ്റിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കുകയാണ്. കർത്താവെ അങ്ങ് എൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ ബിഗ് സീറോയാണെന്ന് പറയുന്നൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. നമുക്കിങ്ങനെ ഏറ്റു പറയാം, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഒന്ന് പറയാമോ? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യം. ഒരിക്കൽ കൂടി, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഇങ്ങനെ വിശ്വാസത്തിന് വാക്കുകൾ അങ്ങ് പറഞ്ഞാൽ കളർ മാറും. ഇതിന് ശേഷം മർത്തി ഒരു കാര്യം കൂടി, ഒരൊറ്റ ഡയലോഗ് കൂടി പറയുന്നുണ്ട്. നീ ചോദിക്കുന്ന എന്തും പിതാവ് ചെയ്തു തരും എന്നെനിക്കറിയാം. മർത്ത ഈശോയോട് പറയുകയാണ്, നീ ചോദിക്കുന്നത് എന്തും പിതാവ് ചെയ്തു തരും എന്നെനിക്കറിയാം. അത് മറ്റൊരു വിശ്വാസ പ്രഖ്യാപനം. അപ്പോൾ ഈശോ അങ്ങോട്ടൊരു ഡയലോഗ് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഒരു വിശ്വാസത്തിന്റെ വാക്ക് അങ്ങോട്ട് പറയുമ്പോൾ സൗഖ്യം ഇങ്ങോട്ട് ഉറപ്പ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരവത്തിൽ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. വീര്യത്തോടെ പറയാമോ? ഹല്ലേലൂയ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. പറയാമോ? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഹൃദയത്തിന്റെ തികവിൽ നിന്നും നമുക്ക് ഏറ്റു പറയാം. ഒരിക്കൽ കൂടി ഒന്ന് പാടാമോ? യേശുവേ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. പറയാം, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി
സമർപ്പിക്കുന്നേ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എത്ര ഡെഡായി കിടക്കുന്ന അവസ്ഥയാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാന വചനം അങ്ങോട്ട് വരും. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നീ ഏത് പ്രശ്നത്തിലാണോ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കും. വിശ്വസിക്കുന്നവർ വലത് കരുത്തിൽ ഹല്ലേലൂയ പറയാമോ? പോരാ, ശക്തിയോടെ പറയാമോ? ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. പാടാമോ? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി വീണ്ടും വീണ്ടും ആവർത്തിക്കാം. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവൻ കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കാം. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. ഓ യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി വീണ്ടും ആവർത്തിക്കുന്നു. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഇരു കരങ്ങൾ ദൈവസ്ഥലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രക്ഷാനാമത്തെ ഒന്ന് ഉറക്കെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ. എല്ലാവരും സ്വരമെന്ന് വിളിക്കാം. യേശുവേ. ഓ, ആരാധന. രക്ഷാനാമത്തെ വിളിക്കാം. യേശുവേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി യേശുവേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി യേശുവേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറുശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സർവശക്തനായ ദൈവം, എല്ലാറ്റിനും മേലെയായ നാമമാണ് യേശുവിൻ നാമം. ആഴികളെ കൈക്കുമ്പിളിൽ അളന്നവൻ, ആകാശ വിശാലത ചാണിന്മേൽ ഒതുക്കിയവൻ. യേശുവിൻ്റെ ശക്തി നമുക്ക് ആരാധിക്കാം. അങ്ങനെ വിശ്വാസം ഏറ്റുപറഞ്ഞ് എൻ്റെ കർത്താവിനേക്കാൾ വലുതായി ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. എല്ലാറ്റിനും മേലായി
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങ് മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങ് മാത്രം, ഓ അങ്ങേക്കു തുല്യനായ അങ്ങ് മാത്രം, ഇരുകരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, അങ്ങേക്ക് തുല്യനായ അങ്ങ് മാത്രം സ്വരമുത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു അത്ഭുതമായ നാമം, അതിശയമായ യേശുവേ. എല്ലാവരും വിളിക്കട്ടെ, യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവിന് നാമം വിടുതൽ നൽകുന്ന ദൈവം. കളെ അഴിച്ച് യേശുവിന് നാമം യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം, എൻ കെട്ടുകളെ അഴിച്ച് യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തയായി മാറ്റുന്ന കരങ്ങൾ ഉയർത്തിയടിച്ച് പാടുന്നു. അത്ഭുതമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമം, അത്ഭുതമായ നാമം, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള അത്ഭുതമായ നാമം, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങ് മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങ് മാത്രം, യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. യേശുവേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ
ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പൊന്നു കർത്താവേ, ഞാൻ വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം പ്രഖ്യാപിക്കുവാൻ, അങ്ങനെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഈ വരികൾ ഒരിക്കൽ കൂടി പാടുകയാണ്. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനാ എല്ലാവരും ചേർന്ന് പാടാമോ? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പൊന്നു കർത്താവിൻ്റെ ജീവിതം മുഴുവൻ അങ്ങേക്ക് ഞാനിതാ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഒരു ആരാധനയായി മാറ്റപ്പെടുവാൻ, എൻ്റെ പൊന്നു കർത്താവ് യേശുവേ അങ്ങില്ലെങ്കിൽ ഞാൻ ബിഗ് സീറോയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുഴുവൻ മുന്നേറുവാൻ കൃപ നൽകണമേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനാ സമർപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടാമോ? യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനാ സമർപ്പിക്കുന്നു. യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. ഹൃദയത്തിൻ്റെ ദൈവത്തിൽ നിന്നും ഒരിക്കൽ കൂടി, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം. എല്ലാവരും ചേർന്ന് യേശുവേ ഒരിക്കൽ കൂടി യേശുവേ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതിരുന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.